പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിലെത്തിയ SI അർജുൻ വർമ്മയും ഡൊമിനിക്കും കേസിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ കേസ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഏറ്റവും വലിയ കാര്യം ആള് മൈനറാണ് എന്നുള്ളതാണ്. വാലിഡ് ആയിട്ടുള്ള എവിഡൻസും മൊഴികളും സബ്മിറ്റ് ചെയ്യണം. ഇതാണെങ്കിൽ ഒന്നുമില്ല. പാരൻസിനൊന്നും അറിയില്ല. ജെറിയുടെ പെരുമാറ്റത്തിലും കുഴപ്പങ്ങളുള്ളതായി പാരൻസിൻ്റെ മൊഴികളൊന്നും ഇല്ല. നോർമൽ സൂയിസൈഡാണ് എന്നുള്ളത് ഫൈനലൈസ് ചെയ്ത് ഇന്നുമായിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാമോ അല്ലേ ഡൊമിനിക് അത് കേട്ട് അർജുനോട് പറഞ്ഞു, അല്ല അർജുൻ, എനിക്കിതൊരു സാധാരണ സൂയിസൈഡായി തോന്നുന്നില്ല. നീ എന്താണ് പറയുന്നത് ഡൊമിനിക്? അന്ന് ആ മുറിയിൽ അവൻ്റെ മൊബൈൽ ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ സ്ക്രീൻ ഓണായിരുന്നു. ബെഡിൽ കമഴ്ത്തി വെച്ച രീതിയിലായിരുന്നു അത്. ആ ഫോണിലെ വെളിച്ചം ബെഡിൽ കണ്ടിട്ടാണ് ഞാനത് എടുത്തു നോക്കിയത്. അതിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഏതോ ഒരു ചാറ്റ്. അതിൻ്റെ നെയിം കാണാൻ സാധിച്ചിരുന്നില്ല. ഇൻസ്റ്റാഗ്രാം യൂസർ എന്നായിരുന്നു അതിൽ കാണിച്ചിരുന്നത്. ആ ചാറ്റ് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. അവസാനം ചെയ്ത് അങ്ങോട്ട് ഒറ്റ സിംഗിൾ മെസ്സേജാണ് അയച്ചിട്ടുള്ളത്, പ്ലീസ് ഡോണ്ട് ടെൽ എനിവൺ. ഡൊമിനിക് അത് പറഞ്ഞു നിർത്തിയതും അർജുൻ്റെ മൊബൈൽ റിങ് ചെയ്തു. ഡോക്ടർ അശോകാണ് വിളിക്കുന്നത്. അർജുൻ കോൾ അറ്റൻഡ് ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഞാൻ PDF ഷെയർ ചെയ്യാം. ഫയൽ നേരിട്ട് പിന്നെ മേടിച്ചാൽ മതി. ഓക്കെ ഡോക്ടർ ഇസ് ദർ എനി പ്രോബ്ലം ഇൻ ദ റിപ്പോർട്ട്? അർജുൻ ഡോക്ടറോട് ചോദിച്ചു. നോ, ഇല്ല, നത്തിങ്. ക്ലോത്ത് കഴുത്തിൽ കുരുങ്ങി ശ്വാസം കിട്ടാതെയാണ് മരിച്ചത്. അതിൻ്റെ പാട് ബോഡിയിലുണ്ട്. പിന്നെ വേറൊന്നും തന്നെ ഇല്ല, ഡോക്ടർ പറഞ്ഞു. ഓക്കെ ഡോക്ടർ, ഞാൻ ആളെ അയക്കാം റിപ്പോർട്ട് വന്ന്. അർജുൻ കോൾ കട്ട് ചെയ്ത ശേഷം തൻ്റെ ഡ്രൈവറോട് അത് വാങ്ങിക്കാൻ പോകാൻ പറഞ്ഞു. അർജുൻ വാട്സപ്പ് തുറന്ന് റിപ്പോർട്ട് ഡൊമിനിക്കിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഡൊമിനിക് പറഞ്ഞു, അർജുൻ, റിപ്പോർട്ടിൽ ജെറിയുടെ ഡെത്ത് ടൈം കൊടുത്തിട്ടുള്ളത് ഓൾമോസ്റ്റ് 3 AM എന്നല്ലേ? ഈ ലാസ്റ്റ് മെസ്സേജിൻ്റെ താഴെ സീൻ 8 hours ഒന്നും ഉണ്ട്. ദാറ്റ് മീൻസ് ഈ മെസ്സേജാണ് മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടു സമ്മൺ. ഒരുപക്ഷെ മരിക്കാൻ ഉറപ്പിച്ചതിന് ശേഷമായിരിക്കാം അവൻ ആ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചത്. അല്ലെങ്കിൽ അയച്ചതിന് ശേഷം ആ അക്കൗണ്ടിൽ നിന്ന് റിപ്ലൈ വന്ന് അത് കണ്ടതിന് ശേഷമായിരിക്കും അവൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചത്. പ്ലീസ് ഡോണ്ട് ടെൽ എനിവൺ. അയാൾ മറ്റാരോടെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാവുന്ന ജെറിയുടെ എന്തോ ഒരു കാര്യം അയാൾക്കറിയാം. ഇത് കേട്ട് അർജുൻ ഡൊമിനിക്കിനോട് ചോദിച്ചു, എന്താണ് ചെയ്യുക? നമുക്ക് ജെറിയുടെ വീട്ടിൽ പോയി ആ ഫോൺ മേടിക്കണം. എന്നിട്ടത് സൈബർ ഫോറൻസിക് യൂണിറ്റിന് കൈമാറും. ആരാണ് അക്കൗണ്ടിന് പുറകിൽ എന്നറിയണ്ടേ? ഡൊമിനിക് പറഞ്ഞു. എന്നിട്ടവർ ജെറിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളുടെ കാര്യങ്ങൾ വിവരിച്ചു. ഡൊമിനിക് അവരോട് ആ ഫോൺ അവർക്ക് നൽകാനായി പറഞ്ഞു. അവർ ഫോൺ നൽകി. SIയോട് ജെറിൻ്റെ അച്ഛൻ ഡൊമിനിക്കിനെ ചൂണ്ടിക്കാണിച്ച് അതാരാണ് എന്ന് ചോദിച്ചു. അത് കേട്ട് അർജുൻ പറഞ്ഞു, അത് ഡൊമിനിക് സ്റ്റോൺ, ഒരു ഡിറ്റക്റ്റീവ്. ചില കേസുകളിൽ പോലീസിനെ സഹായിക്കാൻ അവനെയാണ് അയാൾ കൺസൾട്ട് ചെയ്യാറ്. അവർ ഉടനെ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ജെറിൻ്റെ സ്കൂളിൽ നിന്ന് പോകണം, ഡൊമിനിക് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് SI അർജുൻ വർമ്മ വണ്ടി തിരിച്ച് ജെറിൻ്റെ സ്കൂളായ ഫ്യൂച്ചർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് എത്തി. അവിടുത്തെ പ്രിൻസിപ്പാളിനെ അവർ കണ്ടു. ഞങ്ങൾക്ക് ഇന്നലെ മരണപ്പെട്ട ജെറിയുടെ ക്ലാസ്സിലെ കുട്ടികളോട് സംസാരിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുമോ, പറഞ്ഞിരുന്നോ, ബന്ധമുണ്ടോ എന്നറിയാനാണ്, അർജുൻ പറഞ്ഞു. അത് കേട്ട് പ്രിൻസിപ്പാൾ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ? അങ്ങനെയൊന്നും ഉള്ളതായി കുട്ടികൾക്കറിയില്ല. ഞങ്ങൾക്ക് അവരൊന്നും ചോദ്യം ചെയ്യുക തന്നെ വേണം. ദയവായി നിങ്ങൾ സഹകരിക്കണം. അർജുൻ പറഞ്ഞത് കേട്ട് പ്രിൻസിപ്പാൾ അവരെ ജെറിയുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. അവർ ക്ലാസ്സിൽ കയറി. കുട്ടികളെല്ലാവരും വളരെ സൈലൻ്റായാണ് ഇരിക്കുന്നത്. എല്ലാവരുടെയും മുഖത്ത് ഒരു ടെൻഷൻ ഡൊമിനിക് ശ്രദ്ധിച്ചു. അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ആ സമയങ്ങളിലെല്ലാം കുട്ടികൾ വളരെ അസ്വസ്ഥരായിരുന്നു. അവർ അവിടെ നിന്ന് പുറപ്പെടാനിറങ്ങി. എന്നാൽ ഡൊമിനിക്കിന് അവിടെ ഇരുന്ന ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ഒരു പ്രശ്നം അനുഭവപ്പെട്ടു. വെറുതെ ഇരുന്ന് വിയർക്കുക, ശരീരമാസകലം വിറയ്ക്കുക, അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ പെട്ടെന്ന് അർജുന് ഒരു കോൾ വന്നു. അത് സൈബർ ഫോറൻസിക് യൂണിറ്റിൽ നിന്നായിരുന്നു. അവർ പിന്നെ അവിടെ നിന്ന് ഉടനെ ഇറങ്ങി. സാർ, ഫോൺ ചെക്ക് ചെയ്തു, അതിലൊന്നും തന്നെ ഇല്ല. പിന്നെ ഇൻസ്റ്റാഗ്രാം ഞങ്ങൾ നോക്കി, ആ ചാറ്റ് ആരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ജെറിയെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് അക്കൗണ്ട് ആരുടേതാണെന്ന് അറിയില്ല. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം സാർ. ഓക്കെ.
അർജുൻ കോൾ ഹാങ് ചെയ്തു. കാര്യങ്ങൾ ഡൊമിനിക്കിനോട് പറഞ്ഞു.